കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. രോഹിണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ. രോഹിണി നക്ഷത്രത്തിന് സാമ്പത്തികമായിട്ടും വരുന്ന ഉന്നമനത്തിനും പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും ജോലി തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, ഇതിനെല്ലാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഹിണി ഇടവം രാശിയുടെ മധ്യത്തിലായിട്ട് ഒറ്റക്കാലിന്റെ ആകൃതിയിൽ കാണുന്ന 42 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് രോഹിണി നക്ഷത്രം. ഈ രോഹിണി നക്ഷത്രത്തെ നമ്മൾ പൊതുവായിട്ട് ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണന്റെ നക്ഷത്രമായതുകൊണ്ട് അതിന് കൂറുണ്ട്, അത് നക്ഷത്രത്തിന് ചില ദശാസന്ധികളൊക്കെ ഉണ്ടെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. എങ്കിൽ തന്നെയും രാഹു, ശനി, കേതു ഈ ദശാകാലങ്ങള് ഇവർക്ക് പൊതുവെ അശുഭ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നിങ്ങളുടെ ജാതകത്തില് ശനി, രാഹു, കേതു ഈ ദശാസന്ധികളും ഈ ദശാകാലങ്ങളും എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് ജാതകം പരിശോധിച്ച് നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് പൊതുവെ വരുന്ന കാര്യങ്ങളെല്ലാം അശുഭ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടാതിരിക്കുക, സാമ്പത്തികമായിട്ട് ഉന്നമനം വരുന്ന സമയത്ത് അതിന് തടസ്സം വരിക, അതുപോലെ എന്തെങ്കിലുമൊക്കെ വിവാഹമൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഈ ദശാകാലങ്ങളിൽ വരുന്ന വിവാഹങ്ങൾക്കൊന്നും തടസ്സങ്ങൾ വരാൻ നടക്കാതിരിക്കാം. അപ്പോൾ ഈ 3 ദശാകാലങ്ങളും പൊതുവെ അശുഭ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ അശുഭ ലക്ഷണമുള്ള ഈ 3 ദശാകാലങ്ങളെ നമ്മൾ ജാതകത്തിൽ പരിശോധിച്ച് അതിന് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവർ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങളാണ് ഈ കാലത്ത് ചെയ്യേണ്ടത്. ദശാനാഥൻ ചന്ദ്രനാണ്. രോഹിണി നക്ഷത്രത്തിന്റെ ദശാനാഥൻ ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രനെയും അതിൻ്റെ ദേവതകളെയും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. തിങ്കളാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ സോമവാര വ്രതമോ ഉമാമഹേശ്വര സംവാദം നടത്തിയിട്ടുള്ള വ്രതമോ അങ്ങനെ ഏതെങ്കിലും മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച്, എണ്ണ തേച്ചുകുളി, മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് അമ്പലങ്ങളിൽ ഭഗവാന്റെ അടുത്ത് പോയി തൊഴുത് അങ്ങനെയുള്ള തിങ്കളാഴ്ച ദിവസങ്ങളിലുള്ള വ്രതം നോൽക്കുന്നത് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമാണ്. ഒരുപാട് കഷ്ടകാലങ്ങളൊക്കെ കുറഞ്ഞിരിക്കാൻ അത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ചയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസം, തിങ്കളാഴ്ച ആയിരിക്കണം, രോഹിണി ആയിരിക്കണം, പൗർണമിയും അന്ന് പൗർണമിയും കൂടി ആണെങ്കിൽ വിശേഷാൽ ആണ്. പൗർണമിയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധയോടെ വ്രതമനുഷ്ഠിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും ധനവരവിനും വളരെ നല്ലതാണ്. പൗർണമിയിൽ ദുർഗാ ക്ഷേത്രത്തിലും അമാവാസിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും ഈ രോഹിണി നക്ഷത്രക്കാർ ദർശനം നടത്തുക. ചന്ദന നിറം, അതായത് ചന്ദ്രന് വെളുപ്പാണ്, അതുപോലെ തന്നെയുള്ള ചന്ദന നിറം, പിന്നെ വെള്ള നിറം എന്നിവ രോഹിണി നക്ഷത്രത്തിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളാണ്. ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച നല്ല കാര്യങ്ങൾക്ക്, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതും ഇവർക്ക് വളരെ നല്ലതാണ്.